സങ്കീർത്തനം 28-5. Psalms 28, verse 5. സങ്കീർത്തനം 28-5 നമ്മളിപ്പോൾ വായിച്ചത്, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. So here we read in Psalms 28, verse 5, because they have no regard for the deeds of the Lord and what his hands have done, he will tear them down and never build them up again. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായ ഇസ്രായേൽ, അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Here it is told about the chosen people of Israel. അവർ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും വിവേചിക്കാഞ്ഞതുകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളഞ്ഞു. Because they have no regard for the deeds of the Lord and what his hands have done, he will tear them down and never build them up again. അപ്പോ ദൈവത്തിന്റെ ജനത്തിന് ഒരു പണിയുണ്ട്. So there is a work to be done by the Lord's people. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പണിയുണ്ട്. There is a work that God wants to do. ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പണിയുണ്ട്. There is a work that God's Holy Spirit wants to do in their lives. ആ പണി തിരിച്ചറിയണമെങ്കിൽ ഒരു വിവേചനമുള്ള ഹൃദയം എനിക്ക് ആവശ്യം. If I want to recognize that work, then I would need a discerning heart. അങ്ങനെ വിവേചിക്കാതെ മുന്നോട്ട് പോയാൽ If I go forward without any discernment, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമ്മളെ ഒരു മൂലയ്ക്ക് അങ്ങ് ഇട്ടേക്കും. then it might happen that God will put us into a corner. മുന്നോട്ടുള്ള പോക്കിൽ ദൈവത്തിന്റെ ആലോചന എന്താണ്? Going forward, what is the plan of God? എന്ത് പണിയാണ് എന്നിൽ ചെയ്യേണ്ടത്? What is that work that has to be done in my life? ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്? What is the wisdom of God? അതൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. All those things I won't be able to understand. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ദൈവിക ഉദ്ദേശങ്ങളോടുള്ള ബന്ധത്തിൽ എന്നെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാതെ പോകും. So what will happen there is that according to God's purpose and planning that is kept for my life, that won't be fulfilled. ഈ വീട് പണിതപ്പം ഇവിടെ കുറെ കല്ലിറക്കിയിരുന്നു, ഇഷ്ടിക. See, when this house was built, there were many bricks that was brought in here. സഹോദരൻ മിക്കവാറും അവിടെ പോയി നല്ല ഉറപ്പുള്ള ഇഷ്ടിക, ഭംഗിയുള്ള ഇഷ്ടിക, ഫിനിഷിംഗ് ഉള്ള ഇഷ്ടിക ഒക്കെ നോക്കിയായിരിക്കും വാങ്ങിയത്. The brother might have gone there and have looked for a nice looking, beautiful looking and strong bricks. അതെല്ലാം കൂട്ടി ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹാൾ ഉണ്ടാവത്തില്ല. If all the bricks were brought and just gathered here in the compound, then this wouldn't be a building now. അതെല്ലാം പിറക്കി അടുക്കി അതിൻ്റെതായ ക്രമത്തിൽ വെക്കേണ്ടതിൻ്റെ മുകളിൽ വെക്കേണ്ടത് വെച്ച് അതിൻ്റെതായ രീതിയിൽ പണിതപ്പോഴാണ് ഒരു കെട്ടിടം ഉണ്ടായി. ഈ കെട്ടിടത്തിൽ നമുക്ക് ഒരുമിച്ച് വന്നു ചേരാൻ ഇടയായി തീർന്നു. When all those bricks were brought together, they were organized properly. Stones were kept one upon the another stone. And after that, when the work was completed and it was built into a building, then only we could come here together and fellowship here. എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, In the book of Ephesians, it is told, നിങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് പണിത് വരുന്നു എന്ന് പറയുന്നുണ്ട്. we were all being built to become a dwelling place for God. അപ്പോൾ ദൈവത്തിന് ഇവിടെ ഇപ്പൊ ഈ ബിൽഡിംഗ് പണിതപ്പം ഇതൊരു ഹാള് പോലെയാണ് പണിതത്, ഇതൊരു വീട് പോലെയല്ല പണിത്. ഇതൊരു See, when this building has been built, that time it is built like a hall, not like a house. ഗോഡൗൺ പോലെയല്ല പണിതത്. It was not built like an go down. അപ്പം ഈ പണിത ആളുടെ ഉള്ളിൽ, പണിതുകൊണ്ടിരുന്ന ആളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ പണിയാൻ, അതായത് ബ്രദറിന്റെ ഉള്ളിൽ, That means the person who was building this hall or this building, the brother who wanted to build this building, he had in his heart some ideas. ഒരാശയം ഉണ്ടായിരുന്നു. ഈ ഇഷ്ടിക ഇവിടെ ഇറക്കിയപ്പോൾ, When these bricks were bought here, he had an idea in his heart. ഈ കഥകൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ, When these doors were brought here, എല്ലാം ഒരു ആശയം ഉണ്ടായിരുന്നു. he had an idea in his heart. പണിത മെയ്സൺ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. The mason, the one who was building this building, he might not know about it. അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇത്രയും വീതിയിൽ ഈ ഭാഗം ഉണ്ടാവണം, ഈ നീളത്തിൽ ഈ ഭാഗം ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇവിടെ ജനൽ വേണം, വാതിൽ വേണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. He might have been told by the brother that you had the length of this hall has to be like this, the breadth should be like this, window should be like that, and the door should be like that. All these things might have been told to him. വാതിലിന് എത്ര വലിപ്പം കാണണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം And the door should have this much width. കാര്യമൊന്നും പിടുത്തം കിട്ടിയില്ല. But Mason did not understand anything.
പുറമേ പോകുന്ന വഴിപോക്കനും മനസ്സിലാകത്തില്ല. The one who was walking by the road, he could not also understand. അവരും ചിലപ്പം അയൽവക്കക്കാരനും മനസ്സിലാവണമെന്നില്ല. It is possible that the neighbor could not understand it. അദ്ദേഹം വന്ന് ചിലപ്പോൾ പണിയൊക്കെ നോക്കിയിട്ട് കാണുക അവിടെ ഭയങ്കര പണി നടക്കുന്നുണ്ടെന്ന് പറയും. Maybe he might come and see the work and he will say, see, a big work is going on there. പക്ഷെ പണി എന്താന്നുള്ളത് ഹൃദയത്തിൽ ദർശനം കിട്ടിയ ഒരു വ്യക്തി ആദ്യം ഉണ്ടായിരുന്നു. അവൻ അതിൻ പ്രകാരം അതിനെ പണിതുയർത്തു. But the work that has to be done has been done by the person who got a vision in his heart and he built that building according to his vision. ദൈവത്തിന്റെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പണിയാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ ഉപയോഗിച്ച് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു പണിയുണ്ട്. So there is a work that Lord's Holy Spirit wanted to do in our lives. He wants to build in our lives. നമ്മളൊക്കെ കല്ലുകളാണ്. We are all stones. പക്ഷെ ഈ കല്ലുകളൊക്കെ പ്രത്യേക രീതിയിൽ വെച്ചാലേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വെളിപ്പെട്ട് വരത്തുള്ളൂ. If these stones are kept in a particular way, then only it will be built according to the plan of God. ഈ കല്ലുകൾ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു വീടിന്റെ രൂപമായിരിക്കാം. If these stones were kept in another way, then it could be a house. അല്ലെങ്കിൽ ചിലപ്പം വേറെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഗോഡൌൺ, ഒരു പിന്നെ ജനലും വാതിലും ഒന്നും ഇല്ലെങ്കിൽ ഒരു ഗോഡൌൺ ആയിട്ട് മാറുമായിരുന്നു. If there was no window or a door, then this could have been a go down. അപ്പൊ അതൊന്നും അല്ലാതെ ആ ഹൃദയത്തിലെ താല്പര്യത്തിനനുസരിച്ച് കല്ലുകൾ വെച്ചു. But it was not like that. The stones were kept according to the desire of the heart. നമ്മളൊക്കെ ജീവനുള്ള കല്ലാണ്. We are all living stones. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. We have our own wills. ഒരു തെരഞ്ഞെടുപ്പുണ്ട്. We have our choices. നമ്മുടേതായിരിക്കുന്ന ടേസ്റ്റുകളുണ്ട്. We have a taste. നമ്മുടേതായിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. We have own understandings. നമ്മുടേതായിരിക്കുന്ന ഐഡിയാസ് ഉണ്ട്. We have our ideas. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തന്നെയും ഏകത്വം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. We have to get united in the wisdom of the Son of God. ഇതൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്ല് ഇങ്ങോട്ട് വെക്കുമ്പം വേറെ കല്ല് അങ്ങോട്ട് If we miss all these things, and if one stone is kept this side, the other stone will be kept that side. അങ്ങോട്ടായിരിക്കും. മൂലയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ തിരിച്ചൊക്കെ വെക്കണം. അതിന് അത്രയും ഡിഗ്രി തിരിയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയും. When the corner comes, the stone has to be kept in a particular way. It has to be turned. Then the stone will say that I don't want to turn this much degree. ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് വെക്കും. ഇപ്പൊ A stone is kept upon another stone. ഭൂമിക്ക് അടിയിലുള്ള കല്ല് ആരും കാണുന്നില്ല. See, the stones that are under the ground, nobody is seeing that. ചില കല്ലുകളെ യജമാനൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ അടിയിലായിരിക്കാനാ. അതായത് That it is possible that some of the stones master want to use it under the ground only. ആരും കാണപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. Master doesn't want it to be seen by others. അതിപ്പോ എന്താ അങ്ങനെ, എന്നെ ആരും കാണത്തില്ലല്ലോ. So what? Nobody is going to see me. അതുകൊണ്ട് ആ കല്ല് പറയാ ഞാൻ മണ്ണിനടി പോകത്തില്ലെന്ന് പറഞ്ഞാൽ So that stone will say that I will not go under that ground. ദൈവം ആ കല്ലിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പണിയിൽ അവിടെ കാണപ്പെടത്തില്ല. അതിനെ So the God's will about that stone won't be seen over there. മാറ്റി ഒരു സ്ഥലത്തേക്ക് വെക്കുകയോ മൂലയ്ക്ക് വെക്കുകയോ ഒക്കെ ചെയ്യണം. So that stone has to be taken away from that place, or it has to be put in a corner. പണ്ട് കാലത്ത് ഞാൻ മേ ബി 22-21 വയസ്സിൽ When I was 21 or 20 years old, ഞങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് ഉണ്ടായിരുന്നു. we had a leadership camp. ആ ക്യാമ്പിൽ ഒരു ഇതിനു വേണ്ടി വിളിച്ചു കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിരുന്നു. അവിടെ ഞാനവിടെ പോയിരുന്നു. അവിടെ അന്ന് ഒരു സഹോദരൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, There we were invited and we all went over there, and there we heard a brother speak like this. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആൾക്കാരൊക്കെ നല്ല എയർപ്ലെയിൻ ഇതൊക്കെ കൊണ്ടുവരും. When people come from Gulf countries, they bring beautiful aeroplanes. അത് കൊണ്ടുവരുന്ന സമയത്ത് വളരെ നന്നായി ഓടുകയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു. അതിന് When it was brought, that time it was in a very good working condition. It was looking nice. ശേഷം കുട്ടികളത് ഉപയോഗിച്ചിട്ട് കേടായി കഴിയുമ്പം ഇത് കളയാൻ തോന്നുകയില്ല. കാരണം അതിന്റെ ഭംഗി എല്ലാം വെച്ചിട്ട് അത് ഷോക്കേസിൽ എടുത്ത് വെക്കും. But after some time, when children play with it and it gets spoiled, people don't think like throwing it away because it looks beautiful. So they keep it in their showcases. എന്താ അത് പ്രവർത്തിക്കുന്നതല്ല. But it is not working now. പക്ഷേ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നു. But there was a time when it was working. എന്ന് പറഞ്ഞ ഷോക്കേസിൽ നമ്മൾ എടുത്ത് കളയത്തില്ല, എടുത്ത് വെച്ചിരിക്കും. Thinking like that, we won't throw it away, but we will keep it in our showcases. കാരണം അത്രയ്ക്ക് മനോഹരമുള്ള ഒരു സാധനമായിരുന്നത്. Because it was a very beautiful looking thing. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേപടി ആവർത്തിക്കുന്നേ ഉള്ളൂ.
So, my dear brothers and youngsters, the things that has been told by that brother, I'm just repeating that. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റോങ് ആയിരിക്കുന്ന ചോയ്സ് നടത്തിയാൽ അത് വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു. If you do a wrong choice in your lives, it was in relation to the marriage. നടത്തിയാൽ നിങ്ങളെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി It is possible that the way God is using you now, He might use you in a different way, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ആയിത്തീരാൻ സാധ്യതയുണ്ട്. or it might be possible that you will be unuseful at all. എനിക്കറിയാവുന്ന അനേകം ചെറുപ്പക്കാർ അങ്ങനെയുണ്ട്. There are many youngsters that I know who are like that. അത് അതുകൊണ്ട് അവരെ ഇപ്പം ദൈവം ഷോക്കേസിലാണ് വെച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു, ഒരു കാലത്ത് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു. Now God has kept them in a showcase. There was a time when they were like this. They have worked like that. എന്നൊക്കെ പറയുന്നല്ലാതെ ഇപ്പോൾ അവരെ കുറിച്ച് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു. We can only say like that of them. Now they are not useful at all. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചോയ്സുകൾ സമ്പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞതിന്റെ സന്ദേശം. So the message of that meeting was that you have to surrender all the choices of your life to the Lord. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. So what I am telling you is, in our lives also, we have to make choices according to the purpose or will of God. ആ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പണി നടക്കുന്നത്. According to that choices only this work is done. തെരഞ്ഞെടുപ്പിന് വിധേയമാകാൻ ഞാൻ ജീവനുള്ള കല്ല. I am a living stone. If I want to submit myself to that choice, എന്റേതായിരിക്കുന്ന ഒരു ഇച്ഛയുണ്ട്. I have my own wills. എന്റേതായ താല്പര്യങ്ങളുണ്ട്. My own wishes are there. ആഗ്രഹങ്ങളുണ്ട്. Desires are there. ജഡത്തിന്റെ അഭിലാഷങ്ങളുണ്ട്. Fleshly desires are there. മേന്മ കാണിക്കാൻ ആഗ്രഹമുണ്ട്. I want to show myself superior. മറ്റുള്ളവരെ ചിലപ്പോൾ ബ്ലസ് ചെയ്യാനായിട്ട് എന്നിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഒരു താല്പര്യങ്ങളുണ്ട്. There could be a desire in my own heart to bless others. ചിലപ്പം വൈകാരിക തലങ്ങളിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാവും. There could be a happiness in my heart that God is leading me through wonderful ways. ഇതിന്റെ എല്ലാം പിന്നിൽ വൃക്ഷത്തിന്റെ അടിയിൽ കോടാലി വയ്ക്കപ്പെട്ട ശേഷം, After all of this, when the axe has been kept to the roots of the tree, നമ്മൾ പാടിയതുപോലെ യേശുവിന്റെ ജീവനിൽ നിന്നും ആണ് യേശുക്രിസ്തുവിന്റെ കാന്ത വെളിപ്പെട്ട് വരത്തുള്ളൂ. just as we have sang that the bride of Jesus Christ is revealed through the life of Jesus Christ. ആ ജീവനോടുള്ള ബന്ധത്തിൽ എൻ്റെ അല്ലെങ്കിൽ എന്നിലെ ഞാൻ കീഴ്പ്പെടുന്ന അളവിൽ മാത്രമേ, And in relation to that life, how I myself am submitting to that choice, യേശുക്രിസ്തുവിന് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പണി എന്നിൽ വെളിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. then only Lord Jesus can do a work in my life according to his desire or will. അങ്ങനെയുള്ള ഒരു പണിക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആണ് നിങ്ങൾ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that all of you are those people who want such a work to be done in your lives. പഴയ നിയമത്തിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. There are very few people like that. പക്ഷെ അങ്ങനെയുള്ളവരുണ്ട്. But there are people like that. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയിരുന്നെങ്കിൽ, if there were no one like that in this earth, ഒരുപക്ഷെ ഭൂമി പണ്ടേ ദൈവത്തിന്റെ കോപത്താൽ നശിക്കപ്പെട്ടു പോകുമായിരുന്നു. then this would have happened that by the wrath of God this earth would have been destroyed. അങ്ങനെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. I want to show you a person like that from the Old Testament. പലരുണ്ട്. There are many like that. ദാവീദൊക്കെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. David was a person who was according to the heart of God. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ, here I want to show you in Exodus chapter 33. പതിമൂന്നാം വാക്യം, verse 13. മതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. Just think about it. മോശ
ഇതുവരെ ദൈവത്തെ അറിഞ്ഞില്ലയോ? Did not Moses knew God till now? നേതാവല്ലേ? Isn't he a leader? ലീഡറല്ലേ? 6 ലക്ഷം ജനത്തെ അവിടുന്ന് കടത്തിക്കൊണ്ടുവന്നല്ലേ? Isn't he the one who led those 6 lakhs people from there? ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ തന്റെ കൈകാൽ വെളിപ്പെട്ടതല്ലേ? Isn't Lord's mighty works appeared through his hands? 10 അത്ഭുതങ്ങൾ, 10 അല്ല അതിൽ കൂടുതലുണ്ട്, അത്ഭുതങ്ങൾ വെളിപ്പെട്ടതല്ലേ? There were more than 10 miracles that were revealed through him. വഴി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനല്ലേ? He is the one who knows the way very well, കാരണം 40 വർഷം മരുഭൂമിയിൽ ആടിനെ തീറ്റി ആ സ്ഥലത്തോടെയൊക്കെ പോയതാ. because he was a person who had gone through that deserted land for 40 years. പിന്നെ ഏത് വഴിയെക്കുറിച്ചാണ് ഈ പറയുന്നത്? Then what kind of way he is talking about? പിന്നെ ഏത് തരത്തിലുള്ള ഒരു അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? Then what kind of knowledge is he talking about? ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഒരു നിലവിളിയാത്. May I know you. This is a kind of crying. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നിലവിളിയാത്. This is a cry from the bottom of his heart. അത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ So what does it mean there? ഇസ്രായേൽ ജനം ഇത്രയും പേരുണ്ടായിട്ട് ഇവർ ഒരാൾ പോലും ഇങ്ങനെ കരയുന്നില്ല. There are many people in Israel and nobody from Israel is crying like this. അവരൊക്കെ ചുരുങ്ങിയ വർഷം ജാതികളുടെ ഇടയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു വന്നല്ലോ, ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നല്ലോ, രക്ഷപ്പെട്ടതിൽ സന്തോഷിച്ചും ആനന്ദിച്ചും ഒക്കെ പോകുന്നത് ആവശ്യമാണ്. ദൈവത്തെ സ്തുതിക്കണം. So they all are like this. They are very happy that God had saved them from the people of Egypt, and God is leading them, and God has brought them here. Israel people were thinking like that. They were happy with that, and they should be happy and should be glorifying God for that. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ. I'm not saying they should not do that. പക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള സ്പർശതയുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ. But Moses was a person who had a vision in his heart to do the desire of Lord God. അവന്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരുന്നു, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. His heart was crying, crying, and he was saying, "Show me your way." അപ്പോ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, He's saying here like this: ദൈവമേ നിനക്കെന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഒരു കാര്യം മനസ്സിലായി. He is saying here, "Lord, let your favor be upon me and let me know you." So one thing he understood it. യഹോവ ആരാന്ന് മനസ്സിലായി. He knew who was God. യഹോവയ്ക്ക് എത്ര ശക്തി ഉണ്ടെന്ന് അവന് മനസ്സിലായി. He knew how much powerful God is. അവന്റെ വീര്യഭുജം എത്രമാത്രം പവർഫുൾ ആണെന്ന് മനസ്സിലായി. He understood how mighty, powerful is his hands. കാരണം അത്രയും അത്ഭുതങ്ങൾ തന്റെ കൺമുമ്പിൽ തന്നെ കണ്ടു. Because he has seen all those miracles in front of his eyes only. പക്ഷേ ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു അറിവല്ല. But here he is saying, I don't want to have that kind of knowledge. എന്ത് ദൈവത്തിന് ചെയ്തു തരാൻ കഴിയും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അറിവല്ല എനിക്ക് എന്റെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത്. I don't want to know about what God can do in my life. I don't want to have that kind of knowledge about God. പിന്നെയോ അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ എനിക്ക് തൊടണം. But rather than that, I want to touch the heartbeats of God. അറിയണം, അനുഭവിക്കണം, മനസ്സിലാക്കണം. I want to know that. I want to experience it. അത്തരത്തിലുള്ള ഒരു അറിവിലേക്ക് എന്നെ നീ നയിക്കണമേ. And lead me through such an understanding. നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ, If your favor is upon me, എന്നോട് കടാക്ഷം തോന്നിയെങ്കിൽ, if you are if your kindness is with me, എന്നോട് മനസ്സലിവ് തോന്നിയെങ്കിൽ, if your mercy is with me, എന്നിൽ നീ പ്രസാദിച്ചിരിക്കുന്നുവെങ്കിൽ, if you are pleased with me, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. then please show me your ways. സൗരന്മാരെ, ദൈവം നമ്മളെ വിളിച്ചു, കരുണ തോന്നി ദൈവം വിളിച്ചു. Brothers and sisters, by showing his mercy, God has called all of us. വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ തൃപ്തരാണോ? After being called, are we satisfied with that only? അതോ അതിനപ്പുറത്തേക്ക് എന്തോ ഒന്ന് അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളാണോ നമ്മൾ? Or we have such an heart which is searching for something beyond that? കർത്താവേ, നിനക്ക് എന്നോട് മനസ്സലിവ് തോന്നി, ഞാൻ സന്തോഷിക്കുന്നു, നന്ദി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. Lord, you are very kind and merciful to me. I am very happy and I am very thankful and I praise you for that. എന്നാൽ കർത്താവ് ഇതിനപ്പുറത്തേക്ക്
എന്തെങ്കിലും ഒന്ന് ഞാൻ അറിയേണ്ടതായിട്ടുണ്ടോ? എൻ്റെ But Lord, is there something that I should know beyond this? Is there something that is hidden from my eyes? കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? യേശു ഒരിക്കൽ യെരൂശലേമിനെ നോക്കി ദുഃഖിച്ച് കരഞ്ഞു. Once Jesus looked at Jerusalem and he cried, നിന്റെ സമാധാനത്തിനുള്ള വഴി നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. "If you had known the way of peace by yourself, then it would have been good. പക്ഷെ നിന്റെ കണ്ണിനത് മറവായിരിക്കുന്നു. But it is hidden from your eyes." നമ്മുടെ ജീവിതത്തിൽ കണ്ണിന് മറവായിട്ടുള്ള ദൈവിക ഉദ്ദേശങ്ങളുണ്ടോ? Is there any God's will and purposes that are hidden from our eyes? ഓക്കെ, അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ദൈവം എന്ത് മറുപടി പറഞ്ഞു? After praying like that, what reply came from Lord? 14 വാക്യം, We read in verse 14, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. the Lord replied, "My presence will go with you, and I will give you rest." എന്റെ സാന്നിധ്യം, നമ്മളെല്ലാവരും പറയും കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. See, we all pray to God and say, "Lord, please give me your presence." പക്ഷെ അതിന്റെ അടയാളം എന്താണ്? But what is the sign of that? ചിലരൊക്കെ സാന്നിധ്യത്തെ അളക്കുന്നത് അവരുടെ പാട്ടിൽ വരുന്നതായിരിക്കുന്ന ഇമോഷണൽ എലിവേഷൻസ് നോക്കിയിട്ടാണ്. Some people measure the presence of God according to the emotional elevations they have in their songs. അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗത്തിന്റെ സ്ഫുടതയോ അല്ലെങ്കിൽ അതിന്റെ ഗാംഭീര്യമോ ശക്തിയോ നോക്കിയിട്ട് ദൈവസാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ പറയാറുണ്ട്. Or else, if they hear a wonderful, powerful message with a good clarity, then they say that, yeah, God's presence was with us today. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ സാന്നിധ്യം നിന്നെ കൂടെ ഉള്ളപ്പോൾ ഒക്കെ നിന്റെ ഹൃദയം ഒരു ആന്തരിക സ്വസ്ഥതയിലായിരിക്കും. But what is said here is, if my presence is always with you, then there will be an internal peace in your heart forever. ഇളകി മറിഞ്ഞിരിക്കുന്ന കടൽ എപ്പോഴും ദുഷ്ടന്റെ മനസ്സ് ഇളകി മറിഞ്ഞ കടലിന് തുല്യം. അതിൽ നിന്ന് ചേറും ചെളിയും പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. A wicked's heart is like a tossing sea, which is restless and whose waves cast out mud and mire. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ അത് തള്ളുകയായിരിക്കും, വീട്ടിൽ It is possible that it might not be casting out in our prayers, ചെല്ലുമ്പോഴായിരിക്കും, but it is possible that when we go home, that might happen. അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും, Or else it will be in our working place. അല്ലെങ്കിൽ നാം നമ്മെ തനിയെ വിടുമ്പോൾ, തനിയെ ശേഷിച്ചിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എന്താണ്? Or else when we are all alone, nobody is around us, what comes out from us? ഇവിടെ പറയുകയാണ്, ദൈവസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇൻക്രീസിംഗ് ആയിരിക്കുന്ന ഒരു സ്വസ്ഥത നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കും. So it is said here, if God's presence is with you, then there will be an internal peace that will rule over you always. അപ്പം അവൻ പറഞ്ഞു, കർത്താവേ അങ്ങനെയുള്ളൊരു സ്വസ്ഥത എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ഒരു വഴിയിൽ എന്നെ മുന്നോട്ട് വിടരുത്. So here Moses is saying to God, if that kind of rest is not with me, then Lord, please don't allow me to go forward. എൻ്റെ പോക്കിന് നീ ഒരു തടസ്സമിടണമേ. Put an obstacle for my way. എൻ്റെ ഓട്ടങ്ങൾക്ക് കടിഞ്ഞാണിടണമേ. Please put an obstacle or restriction for my race. എൻ്റെ താല്പര്യങ്ങൾക്ക് നീ ഒരു വിഘാതമിടണമേ. Put an obstacle for my wishes and desires. കാരണം ഞാൻ അന്വേഷിക്കുന്നത് ഈ ആന്തരിക സ്വസ്ഥതയാണ്. Because I am searching for this internal peace and rest. സർട്ടിഫിക്കറ്റ്സ് അല്ല, I don't want certificates. അപ്രൂവൽ അല്ല, I don't want approvals. എന്നെ തന്നെ പ്രസാദിക്കലും അല്ല, I don't want to please myself also. മനുഷ്യരുടെ അംഗീകാരവുമല്ല. I don't want the approval of men. മറിച്ച് ഈ ആന്തരിക സ്വസ്ഥതയിൽ നിന്നോടൊപ്പം വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But I want to stay with you in this internal rest. അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ്, Then he is saying, 16 വാക്യം, എന്നോടും നിന്റെ ജനത്തോടും കൃപയുള്ളത് ഏതിനാൽ ഞാൻ അറിയും, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനല്ലയോ. and it is said in verse 16, how will anyone know that you are pleased with me and with your people unless you go with us? നമുക്കറിയാം, സ്വസ്ഥതയുള്ളിടത്തെ ദൈവം വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയാലോചനകൾ വെളിപ്പെടുകയുള്ളൂ. We know that where there is rest, there will be presence of God, yeah, or else there will be the revelation of God's purposes or plans. ദൈവത്തിന്റെ ജ്ഞാനവും വെളിപ്പെടുകയുള്ളൂ.
and God's wisdom is also revealed over there only. പൈതൽ വളർന്നു, ജ്ഞാനത്തിലും കൃപയിലും മുതിർന്നു വന്നു. Lad grew up and he grew up in wisdom and grace of God. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. It is written about Lord Jesus. ജ്ഞാനത്തിൽ വളർന്നു വന്നു. He grew up in wisdom. ജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ബുദ്ധിയിലുള്ള ജ്ഞാനമല്ല. When we talk about wisdom, it is not a kind of minds or our brains cleverness. അത് ദൈവികമായ ഒരു കാര്യത്തിന്മേൽ ദൈവികമായ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുകയും തൽഫലമായി ഉണ്ടാകുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. But what is said here is when we are approaching a particular thing or a thing in our life according to the will of God or purpose of God, and as a result of that, the kind of rest that comes in our hearts, it is written about that. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മൾ നടക്കുമ്പോൾ When we walk with the wisdom of God, നമ്മൾ അതിന്റെ റിസൾട്ടായിട്ട് നമ്മൾ സ്വസ്ഥതയിൽ വരും. and as a result of that, we will come into rest. വേണമെങ്കിൽ ഇങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം. We can define it like this. ഒരു പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ In front of a problem, when I am operating it according to the wisdom of God, തൽഫലമായിട്ട് അത് പീസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യും. the end result will be peaceful. സോ റെസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലൈക്ക് ദിസ്. The rest can be defined like this. ദൈവം തന്ന ആലോചന പ്രകാരം ഒരു കാര്യത്തെ ഞാൻ അഭിമുഖീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടായിട്ട് കലക്കമല്ല, സമാധാനമായിരിക്കും ഉണ്ടാവുക. When I face a problem according to the plans and purpose of God, so the result of that won't be a confusion, but it will be a rest. അങ്ങനെ ഓക്കെ, 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. We can come back to 17th chapter. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. Then Lord said to Moses, I will do anything you asked as you have said. ദൈവത്തിന് വലിയ ഇഷ്ടമായി. God was pleased with him. വേറെ 6,00,000 പേരിൽ ആരും ചോദിച്ചില്ല. Nobody in 6 lakhs people had asked to him like this. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. Because I am pleased with you and I know you by name. അപ്പോ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണേ. അങ്ങനെ കർത്താവെ, നീ എന്നെ അടുത്തറിഞ്ഞു എന്നൊക്കെയാണല്ലോ പറഞ്ഞ, എൻ്റെ ഹൃദയമൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം, അതൊന്നും എനിക്ക് ചെയ്തു തരാമോ? Then Moses said, now show me your glory. So Lord, you are saying that you are pleased with me and you know me by my name. Then please, there is a desire in my heart. Please show me your glory. ചിലപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ വളരെ താലോലിക്കുമ്പം അന്നേരമായിരിക്കും അവർ മടി കയറിയിരുന്നുണ്ട്. അവരുടെ ഉള്ളിൽ വളരെ ആയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്നൊരു കാര്യം ഭയപ്പെട്ടിരിക്കുകയായിരുന്നു, ചോദിക്കാൻ പേടിച്ചിരിക്കുകയായിരിക്കും. അതുണ്ടാവും ചോദിക്കുന്നത്. അത് Sometimes little children, when we love them so much, they come near to us and sit on our laps and ask some questions they wanted to ask from a long time. They had the desire in their hearts, but they were afraid to ask. That time, sitting on our laps, they will ask that question. അതുപോലെ മോശ ചോദിച്ചു, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് അടുത്ത് നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. Like that, Moses is asking here to Lord, Lord, please, I want to see your glory. അപ്പൊ പിന്നെ എന്താണ് ഈ തേജസ്? So what is this glory? 10 അത്ഭുതങ്ങളിൽ വെളിപ്പെട്ട തേജസ് അല്ലേ അത്? Isn't it the glory that was revealed in 10 miracles? യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ കണ്ടു. Lord's glory was seen on Mount Sinai. അത് കത്തുന്ന തീ പോലെയായിരുന്നു. അങ്ങനെയുള്ള തേജസ്സൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. That was like a burning fire. That kind of it is not that kind of glory. നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുന്ന എപ്പോഴാ? When do we respect a person? ആ വ്യക്തിയുടെ ക്യാരക്ടർ അറിയുമ്പോഴാ, അല്ലേ? When we know that person's character. ആ വ്യക്തിയുടെ തനി സ്വഭാവം, തനിമ, അവൻ എന്തായാലും, വാട്ട് ഈസ് ഹിസ് ബീയിങ്. When we know his real behavior, his personality, what is his being. അതറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആദരവുണ്ടാവുന്നത്. When we know about that, then that respect comes in our heart towards that person. അതുപോലെ മോശ പറയാ, എനിക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ പുറമേ നിന്ന് ഇങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നൊന്നും പോരാ. So
So here Moses is saying, Lord, I don't want to see like this outside and just worship and praise you or glorify you from here. എനിക്ക് നിന്റെ തേജസ് എന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് ആരാധിക്കണം, I want to see your glory, and after knowing that glory, I want to worship you and I want to praise you. കാണണം, അനുഭവിക്കണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ഹോൾ ബീയിങ് നിന്നോട് റെസ്പോണ്ട് ചെയ്യണം. I want to know you. I want to experience you, and my whole being should be responding to you after knowing you like that. ലിപ്സ് മാത്രം പോരാ, Not only my lips. എൻ്റെ ചുണ്ടുകൾ മാത്രം അനങ്ങിയാൽ പോരാ, നാവനങ്ങിയാൽ പോരാ. I don't want only my tongues to be working. എൻ്റെ ഹോൾ ബീയിങ് ഷുഡ് ബി റെസ്പോണ്ടിങ് ടു യു. My whole being should be responding to you. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു തേജസ് എനിക്ക് കാണണം. I want to see such kind of a glory. ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല, I have not seen such kind of glory till now. കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കാണിച്ചു തരണേ. So I want to see it now, God. അപ്പോൾ കർത്താവ് പറഞ്ഞു, Then Lord said, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി I will cause all my goodness to pass in front of you, യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പിൽ ഘോഷിക്കും. വേർത്തി പറഞ്ഞാൽ and I will proclaim my name, the Lord, in your presence. If we say in other ways, ഞാൻ എൻ്റെ തേജസ്സിനെ നിന്റെ മുമ്പാകെ കടത്തിക്കൊണ്ടുപോയി. അപ്പൊ ഇതിനു മുമ്പൊന്നും ഉണ്ടായില്ല അത്. so your Lord is saying that I had passed my glory in front of you. That means it has not happened earlier. It has not happened earlier. മോശയുടെ ആ ഒരു ചിന്ത കറക്റ്റായിരുന്നു. The thought of Moses was right. എൻ്റെ ഹൃദയത്തിനകത്തുള്ളത് തന്നെയാണ് നീ ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. So what was in my heart, that is what you have asked. So I will show it to you. അങ്ങനെ ഞാൻ എൻ്റെ മഹിമ നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും. So I will pass my glory in front of you. അങ്ങനെ കടന്നു കഴിഞ്ഞിട്ട് നീ എൻ്റെ നാമത്തെ ഘോഷിക്കും. അപ്പൊ ഇതിനു And after passing that, you will proclaim my name. മുമ്പ് നമ്മൾ സ്വോത്രം സ്വോത്രം എന്നൊക്കെ പറഞ്ഞോ. So till now, we are saying praise God, praise God. What is all this then? യഹോവയ്ക്ക് തപ്പെടുത്ത് കൊട്ടി എന്തെല്ലാം ചെയ്തു, മെരിയാം ചെയ്തു. ആ കൂട്ടത്തിൽ മോശയൊക്കെ മോശ തന്നെ ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. And we all clapped our hands and we sang praises to God. Miriam also praised God, and even Moses had written a psalm about that. അതൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് പോയിരിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. That is not all. There is something that has gone beyond that things. അത് അന്നേരം ഇങ്ങനെ ഈ മഹിമ കണ്ടു കഴിയുമ്പോൾ After seeing such a glory, നീ എൻ്റെ നാമത്തെ പുകഴ്ത്തും. then you will proclaim my name. എൻ്റെ നാമം എന്നുള്ളത് കൊണ്ട് പേരായ ഒരു ശബ്ദമല്ല. My name is not a kind of only a word. എൻ്റെ നാമത്തിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അറിഞ്ഞിട്ട് നീ എന്നെ സ്തുതിക്കും. You will worship my whole being after understanding the personality behind my name. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. And after that, Lord said, I will have mercy on whom I'll have mercy. കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കുകയും ചെയ്യും. I will have compassion on whom I will have compassion. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് You cannot see my face, for no one may see me and live. കൽപ്പിച്ചു. അതിനുശേഷം 21 വാക്യം, Then verse 21. ഇതാ എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ പാറമേൽ നീ നിൽക്കണം. Then the Lord said, there is a place near me where you may stand on a rock. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. When my glory passes by, I will put you in a cleft in the rock and cover you with my hand until I have passed by. പിന്നെ എൻ്റെ കൈ നീക്കും. Then I will remove my hand. നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമൊന്നും കാണാവതല്ല. And you will see my back, but my face must not be seen. ഞാൻ അതിലേക്ക് പോകുന്നില്ല. I don't want to go over there. 22 വാക്യം, Verse 22. എൻ്റെ തേജസ് നിന്റെ മുമ്പാകെ ഞാൻ കടന്നു പോക്കും. 21 പാറയിൽ ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു പാറമേൽ നീ നിൽക്കണം. 22 verse. When my glory passes by, verse 21, there is a place near me where you may stand on a rock. ഒരു പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ നിർത്തും. I will keep you in a cleft in the rock. ഞാൻ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. I've seen in many sermons. പാറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. Rock is Lord Jesus Christ. യേശു ക്രിസ്തുവിലാകുക എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ And being in Lord Jesus Christ is the rock. അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും I don't want to go over there, ഒരു കാര്യം ഞാൻ പറയാം. but I want to say one thing.
പാറയുടെ പിളർപ്പെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. Cleft of a rock is such a place which man don't like. ചപ്പുചവറുകൾ ഇടുന്നൊരു സ്ഥലമാണ്. That is a place where we put all waste. വാസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. Nobody can live there. അതിലൂടെ കടന്നുപോയാൽ ചിലപ്പോൾ ഒരഞ്ഞ് ഇടുക്കമായിരിക്കും. It will be a narrow place, so it may hurt you when you pass through that. ഒരഞ്ഞ് തോളൊക്കെ ചിലപ്പം ചോര വന്നെന്നിരിക്കും. When you pass through that, it might happen that you will be hurt and you will bleed. അവിടെയാണ് ഇത് കാണുള്ളൂ. This glory will be seen only over there. എപ്പോഴും എല്ലാം സുഖമായിരിക്കുകയും തൊടുന്നതെല്ലാം പൊന്നാകുകയും പ്രാർത്ഥിച്ച ഉടനെ തന്നെ സൗഖ്യമാകുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ നടുവിലല്ലത്. It is not in the midst of the things when the things are very nice and when whatever we touch it becomes gold, or whenever we pray then it is healed. It is not in midst of all these things. ഇത് അല്പം വ്യത്യസ്തമാണ്. It is little different from that. ഇവിടെ എനിക്കൊരു സ്ഥലമുണ്ട്. Here I have a place. ഞാൻ ഇപ്രകാരം ദൈവത്തെ അന്വേഷിക്കുകയും താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും കരയുകയും നിലവിളിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയൊരു സ്ഥലമുണ്ട്. There is a place that I have prepared for such kind of people who longs for me, who desires for me, who is thirsty and hungering for me. അവിടേക്ക് ഞാൻ നിന്നെ ആക്കും. I will keep you there. ആ പിളർപ്പിൽ വെച്ചിട്ട് നീ എന്നെ കാണും. From that cleft you will see me. അവിടെ നീ വ്യത്യസ്തനാവും. കാരണം എന്നെ കണ്ടിട്ട് ആരും പിന്നെ ജീവിച്ചിട്ടില്ല. From there you will become very different, because after seeing me nobody has been alive. അവിടെ വെച്ച് നീ വ്യത്യസ്തനായി തീരും. ഇതുവരെ ഉണ്ടായിരുന്ന മോശ അല്ലത്. There you will become very different. You won't be a Moses that was till now. അത് കഴിഞ്ഞിട്ട് പാറയുടെ പിളർപ്പ് യേശുവും പറഞ്ഞു പാളയത്തിന്റെ പുറത്തു പോയിട്ട് കഷ്ടം അനുഭവിച്ചു. Lord Jesus also said that he suffered outside the camp. പാളയത്തിന്റെ അകത്തുള്ള കഷ്ടത്തെക്കാളും വലുതാണ് പാളയത്തിന്റെ പുറത്തുള്ളൊരു കഷ്ടം. പാളയത്തിന്റെ അകത്ത് ചിലപ്പോൾ വലിയ കഷ്ടവും കണ്ടെന്നും വരികയില്ല. The sufferings outside the camp is way more than the sufferings inside the camp. There might not be so much suffering inside the camp. പാളയത്തിന്റെ പുറത്ത് ഒരു നിന്ദയുടെ ആവരണത്തിൽ പൊതിഞ്ഞ് Outside the camp, when you are clothed with insults. നമുക്കറിയാം പാറയുടെ പിളർപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും അത് ധർമ്മക്കാരനായിരിക്കും. We know that if there is somebody in the cleft of the rock, that could be a beggar. അല്ലെങ്കിൽ വീടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനായിരിക്കും. Or it could be a homeless person. എന്തായാലും അവിടെ ഇരിക്കുന്നവരാരും മൈൻഡ് ചെയ്യാറുമില്ല. Whatever it is, nobody minds the person who sits over there. അങ്ങനെയുള്ള ഒരു സ്ഥലം വെച്ചിട്ടാണ്, അങ്ങനെ ഒരു സ്ഥലം എനിക്കുണ്ട്. I have a place like that. അത് ലോകത്താൽ ത്യജിക്കപ്പെട്ടതും that has been rejected by the world. ആത്മീയ മൂല്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ആത്മീയർക്കും മനസ്സിലാകാത്തതുമായൊരു സ്ഥലമാണ്. That is a place which cannot be understood by the spiritual people who cannot see the spiritual values. അവിടെ വച്ച് ഞാൻ എൻ്റെ ചില രഹസ്യങ്ങളെ നിനക്ക് കാണിച്ചു തരാം. From there I will reveal some of my secrets to you. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. After showing all these things, കാണിച്ചു കൊടുത്ത ശേഷം after showing these things, അത് കഴിഞ്ഞിട്ട് എവിടെയാ കോപകരുണയും കൃപയും ദീർഘക്ഷമയും ഉള്ളവൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. where is that verse where that Lord is compassionate and gracious and loving and faithful is there? അത് കാണിച്ചു കൊടുത്ത പുള്ളി റെസ്പോണ്ട് ചെയ്യുന്ന അങ്ങനെ. After Lord showed him all these things, Moses responded to him like this. എവിടെയാ അത്? Chapter 34 verse 6. യെസ് കറക്റ്റ്. ഓക്കെ, അങ്ങനെ ദൈവം അവനെ തന്റെ തേജസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം മോശ എന്നാ പറഞ്ഞേ? After Lord revealed his glory to him, what did Moses say? അയ്യോ ഭയങ്കര ദൈവം, ഈ ഭൂമി എല്ലാം സൃഷ്ടിച്ച ദൈവം. Oh, Lord is so wonderful, the one who made this whole universe. കടലെല്ലാം ഇങ്ങനെ ഒരു കൈ കൊണ്ടെങ്കിൽ പിടിക്കുന്ന ദൈവം. The one, he is the Lord who holds the whole sea in his hand. പൊടിയെല്ലാം കൂടെ എടുത്തിട്ട് ഒരു നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവം. He is the Lord who takes all the sand and fills up it in a bottle. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. He did not say like that. എന്തോ ഇതുവരെയും കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഈ മോശ മനസ്സിലാക്കി.
Moses understood many of the things that he had not understood till now. അവൻ പറഞ്ഞു, He said, അല്ലെങ്കിൽ അവൻ ആത്മാവിൽ പറഞ്ഞ കാര്യം, he said all these things in his spirit. ദേഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ള ദൈവം, ആയിരത്തിന് ദയകാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പറഞ്ഞ He said, the Lord is compassionate and gracious God, slow to anger, abounding in love and faithfulness, maintaining love to thousands, and forgiving wickedness, rebellion, and sin. I don't want to go over there. ചുരുക്കം ഇത്രയേ ഉള്ളൂ. I want to say it in short. ദൈവം തൻ്റെ സ്വഭാവത്തിൻ്റെ അതുവരെയും വെളിപ്പെടാത്ത, അല്ലെ ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചിട്ട് ആ ദൈവം കൊണ്ട് അതൊക്കെ ശരിയാ, പക്ഷെ ഇതുവരെയും മനസ്സിലാക്കാത്ത ഡിഗ്രിയിലുള്ള ഒരു റെവലേഷൻ മോശയ്ക്ക് കിട്ടി. So Moses got a revelation about the character of God that he has not seen till now. Lord has saved people of Israel by showing his mercy and kindness, and he led them. All these things are there, but Moses understood beyond that something. അത് മോശയ്ക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം, എൻ്റെ ഭാവനയാണ്. So after having such kind of a revelation, it is my imagination. മോശയോട് പറഞ്ഞു, നീ കലഹജലത്തിൻ്റെ അടുക്കൽ വെച്ച് എന്നെ പരീക്ഷിച്ചതുകൊണ്ട്, Yeah, Lord said to Moses, because you had tested me near the troubled water, ഞാൻ നിന്നെ വാഗ്ദത്തദേശത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല. I will not allow to enter into the promised land. ഈ കുന്നെ നിന്ന് കണ്ടോ. You stand here in the this cliff and you just see. ഞാൻ വിചാരിക്കാറുണ്ട്, ഞാനാണെങ്കിൽ ദൈവത്തോട് തർക്കിച്ചേനെ. I would used to think like this. If I was there, then I would have argued with God. ഇതുവരെ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം വിട്ട് ഈ മരുഭൂമിയിലൂടെ നടന്ന് അലഞ്ഞ് എൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഫറവോന്റെ മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി നിന്റെ ജനത്തിന് വേണ്ടിയിട്ടും പക്ഷപാതം ചെയ്ത് അവരെ I had left everything. I had suffered so much. I had come through all this deserted place, and even without minding my life, I stood before Pharaoh and I freed your people for you, and I brought them here. പുറപ്പെടുവിച്ച് അവരുടെ നിന്നയും പരിഹാസവും പരാതിയും കേട്ട ശേഷം, And after hearing their complaints and their insult, and after hearing and suffering all these things, ഇവിടം വരെ എൻ്റെ കയ്യാൽ ഇത്രയും അത്ഭുതങ്ങളെല്ലാം ചെയ്ത് ഞാൻ നിനക്ക് എത്ര സഹായം ചെയ്തു. I did so much miracles through my hands. How much I have helped you. ഈ വഴിയിലൂടെ ഇവരെ നടത്തിക്കൊണ്ടുവന്ന് I had led them all through this way. ഈ വക്കത്തെത്തിയപ്പോഴത്തേക്ക് എന്നോട് പറയാ, അത് വേണം കണ്ടോ, നീ അങ്ങോട്ട് കിടക്കണ്ട. And after coming to this end, you're telling me you don't enter inside that, but just watch from here. അപ്പൊ ഇവരെക്കാളൊക്കെ ഞാൻ മോശമാണെന്നാണോ നീ പറയുന്നേ? So you're saying that I am worse than all of these people? മോശയ്ക്ക് ഒരു ആർഗ്യുമെന്റും ഇല്ല. Moses had no argument at all. മോശ was a man entirely available for the will of God. Moses was a man who was entirely available for the will of God. തൻ്റെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമ്പൂർണമായിട്ടും ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയായി അവൻ മാറി. And he became a person who completely surrendered the will of God. ദൈവത്തിന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ, After seeing the character and behavior of God, ഈ കൃപയും കരുണയും ദീർഘക്ഷമയുള്ള ദൈവത്തിനെ സേവിക്കാൻ എന്റേതായിരിക്കുന്ന ഒന്നും ദൈവത്തിന് വേണ്ട. to serve this compassionate, gracious, and faithful Lord, I won't require anything of myself. എന്നെയാ വേണ്ട എന്നൊരു തിരിച്ചറിവിലേക്ക് മോശ വന്നു. He came to a recognition that I am not needed for this. അങ്ങനെ മോശയോട് പറഞ്ഞപ്പോൾ മോശ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. After when Lord spoke all these words to Moses, he did not reply at all. ഇവിടെ വച്ച് ഞാൻ മരിച്ചടക്കപ്പെടുന്നെങ്കിൽ, അതാണ് നിന്റെ ഹിതമെങ്കിൽ അതിന് ഞാനിതാ സമർപ്പിക്കുന്നു. If it is your will that I will be dead and buried over here, then I surrender to that also. എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പ്രിയ സഹോദരി സഹോദരന്മാരെ, In our lives also, dear brothers and sisters, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തെ അറിയാനും according to the measure how God wants us to know Him ദൈവത്തിന്റെ കൂടെ നടക്കാനും and to walk with Him ദൈവത്തെ പ്രസാദിപ്പിക്കാനും and to please God എന്നിൽ നിന്നുള്ള സകല അംശത്തെയും നീക്കിക്കളയാനും and to remove every part of myself from there, ആഗ്രഹിക്കുന്നെങ്കിൽ, if you are desiring so, ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയ സന്തോഷമായിരിക്കും. then God will be very happy in His heart.
ദൈവം അനേകം ആയിരം ജനങ്ങളെ സൃഷ്ടിച്ചെങ്കിലും Lord had created so many thousand people, എല്ലാവരുടെ ഹൃദയവും കപടവും സൂത്രവും കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. but all of the hearts are filled with the craftiness and hypocrisy. ഈവൻ ദൈവത്തെ പോലും കളിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വ്യാജ ഭാവത്തിൽ കൂടെയാണ് നമ്മളെല്ലാം. We are all ready, even we are ready to play with God, and we are going through that hypocritical way of living. രക്ഷിക്കപ്പെട്ട ഉടനെ ഒന്നും അതങ്ങ് മാറുകയില്ല. It won't be changed at the time when we are saved. ഉടനെ അങ്ങ് മാറുകയില്ല. It won't change suddenly or immediately. അത് ആരംഭിക്കുന്നേ ഉള്ളൂ. ആ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. The cleansing process is just beginning there. ദിനം പ്രതി നമ്മളെ തന്നെ കാണുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അളവിൽ മാത്രമേ Every day when we see ourselves and surrender ourselves to God, in that measure only, ദൈവത്തിന് ഈ പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്, then only God can complete this work inside us. That is what we read in Psalms. അവന്റെ കരവേലയെയും എന്ന് വെച്ചാൽ, ആ കരവേല എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളുടെ എണ്ണോ അതൊന്നും അല്ല കേട്ടോ. So we read in Psalms that the deeds of his hand, the deeds is not his stars and all. സമുദ്രത്തിന്റെ വലിപ്പവും അതിന്റെ ആഴവും അതൊക്കെ ഒരു വശത്തോടെ ഉണ്ട്. And it is not the breadth and length of the sea. It is all there. പക്ഷേ തന്റെ മക്കൾ അങ്ങനെയൊന്നും അറിയണമെന്നല്ല ആഗ്രഹം. അയൽവക്കത്തെ കൊച്ച് എന്റെ അപ്പൻ നല്ലവനാന്ന് അറിയുന്നതും എന്റെ വീട്ടിൽ ജനിച്ചു വന്ന എന്റെ കുഞ്ഞ് എന്നെ നല്ലവനെന്ന് അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. So he doesn't want his children to know him like that. There is a difference between a child born in his house knowing him as a father, and a child who is a neighbor's child knowing him. അവരൊരു പക്ഷേ ആശുപത്രിയിലെങ്ങാനും പോകാൻ നേരത്തെ എന്റെ വണ്ടിയിൽ അവനെ കൊണ്ടുപോയി കാണും, അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചിനെ കൊണ്ടുപോയി കാണും. I might have taken the neighbor's child to the hospital in my vehicle when they were going to the hospital. അല്ലെങ്കിൽ ചിലപ്പം പല ധനസഹായം ആവശ്യമുള്ളപ്പോൾ കൊടുത്തു കാണും. Or else I might have helped them financially when they were in need. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയി ചിലപ്പോൾ രാത്രി മുഴുവൻ അവിടെ ഇരുന്നിരിക്കും കാഷ്വാലിറ്റിയിൽ. Or else I might have stayed the whole night with the child in the hospital in the casualty. അങ്ങനെയുള്ള കുറച്ച് ഇൻസിഡൻസ് ആയിരിക്കും. Maybe these small incidences. പക്ഷെ ഒരു മകൻ വീട്ടിലിരുന്ന് അപ്പനെയോ അമ്മയോ അറിയുക എന്ന് പറയുന്ന വചനത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്ത കുറച്ച് പൈസയുടെ കാര്യമോ പനി വന്നപ്പം ഇരുന്നോ അല്ല, അതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളുണ്ട്. But when we say that a child being at his home knows his father or mother, that is not the financial help given or the night stayed with that feverish child, but it is beyond that, way beyond that. അതിനോട് പ്രതികരിക്കുന്ന ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ, If there is a son or a daughter who responds to that, അപ്പന്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചുള്ള താല്പര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. after knowing his father's desire about him in his heart, that child will respond to his father. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് തന്റെ കരവേലയെ വിവേചിക്കണം. That is why it is said, you should discern the work of his hands. അങ്ങനെ വിവേചിച്ചില്ലെങ്കിൽ, If we don't discern like that, ദൈവിക ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ എന്നെ പണിയാൻ കഴിയാതെ വണ്ണം, then the work that has to be done in my life according to the purpose of God, that won't be done. ദൈവം എന്നെ മാറ്റിവെക്കും. Then Lord will keep me aside. ഒരു ഇഷ്ടിക ഒട്ടും ചിലപ്പോൾ കാണാമല്ലേ, കല്ലുവെട്ടുകാർ കല്ല് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് We might have seen the stone cutters who who is trying to cut the stone from both the sides. ഒരടി അടിച്ചു, ഒരു ഭാഗം പൊട്ടുന്നില്ല, ഇപ്പുറത്തൊന്നും അടിച്ചു നോക്കി അതും പൊട്ടുന്നില്ല. He tried to cut from one side of that stone, it is not cutting off. He tried the other side, it is not breaking off from there also. ഇങ്ങനെ നോക്കി അതും പൊട്ടുന്നില്ല, എന്നാ പോട്ടെ ഇങ്ങനെയും കൊള്ളിക്കാമെന്ന് നോക്കിയപ്പോൾ അതും കൊള്ളുന്നില്ല. He tried to struck it in another way, it is not happening. He tried to cut it from this side, it is also not happening. അവസാനം എടുത്ത് ആ മൂലയിലേക്ക് അങ്ങ് ഇടും. At last he will put that in a corner. പറമ്പിൽ നമുക്കറിയാമല്ലോ, പണിത് തീർന്ന വീട്ടിന്റെ ഒക്കെ സൈഡിലൊക്കെ ചില കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നത് കാണും. We might have seen stones behind the houses which has been constructed, fully constructed. പിന്നെ അതെടുത്ത് കളയുക. And afterwards they throw that stones away. ആ കല്ലിന് കാരണം ഇതാ. The reason for that stone is this. അപ്പൊ കരവേലയെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഉളിയുടെ മൂവ്മെന്റ്, So the work of the hands of Lord, the movement of his instrument. അടിച്ചത് എന്തിനാന്ന് Why did he struck? ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരെ അടിച്ചു, പക്ഷെ അവരെങ്കിലേക്ക് തിരിഞ്ഞില്ല.
when it is told about Israelites, it's been told that I struck them, but they did not turn towards me. അതുപോലെ ഒരു 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 വിവേചിക്കുന്ന, കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ഗ്രഹിക്കുന്ന ഹൃദയവും കർത്താവെ തരണമേ. അത് നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കണം. We should cry and long to Lord to give us a seeing eyes and a hearing ears and a understanding and discerning heart. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ തലമുറയിലുള്ള ദൈവിക ഉദ്ദേശത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. Then only we will be able to fulfill the purpose of God for us in this generation. ഓക്കെ, ഞാൻ ഇനി ഒരു എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരട്ടെ. Let me come to the epistle of Ephesians. അങ്ങോട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. I will conclude by these words. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. It's my favorite one, the epistle of Ephesians. കാരണം ദൈവത്തിൻ്റെ പ്ലാനുകളുടെയും പദ്ധതികളുടെയും കുറെ വ്യക്തതയാർന്ന അനാവരണം അതിൽ നമുക്ക് കാണാൻ കഴിയും. Because here we can see a detailed explanation of the plans and purposes of God. അതെൻ്റെ ഹൃദയത്തെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്. It has challenged my heart many times. ഇപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട്. Now, even now, it challenges me. അതിലെ ഒരു വാക്യം, കാരണം ഇത് എല്ലാം പറഞ്ഞു തീർക്കാൻ പ്രയാസമുണ്ട്. I will take one verse from that because it is difficult to talk about everything over here. എങ്കിലും അതിലെ ഒരു വാക്യം നിങ്ങൾ എന്നോടൊപ്പം ചേരണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് ഞാൻ ഒന്നാമത്തെ ആദ്യം വരെ വായിക്കുക. I'm going to read from verse 1. You should be with me. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക്, അതായത് ശരിക്കും രക്ഷിക്കപ്പെട്ടവരാണ്. Paul, an apostle of Christ Jesus by the will of God, to God's holy people in Ephesus, the faithful in Christ Jesus. So here we are talking about the believers who are really saved. വിശുദ്ധന്മാരും വിശ്വാസികളുമായി കഴിയുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. So to God's holy people in Ephesus, the faithful in Christ Jesus, grace and peace to you from God our Father and the Lord Jesus Christ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുചരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. Praise for spiritual blessings in Christ. Praise be to the God and Father of our Lord Jesus Christ, who has blessed us in the heavenly realms with every spiritual blessing in Christ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. It is a spiritual blessing from heavenly. ഇതൊന്ന് വെക്കണേ. നമ്മൾ To see this, പലപ്പോഴും ഭൗതിക അനുഗ്രഹങ്ങളിലേക്കാണ് ചിന്ത പോകുന്നത്. most of the times our thought goes towards the worldly blessings. അത് കഴിഞ്ഞിട്ട് നാം തന്റെ സന്നിധിയിൽ നിഷ്കളനും വിശുദ്ധരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവന്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. After that, for he chose us in him before the creation of the world to be holy and blameless in his sight. In love, he predestined us for adoption to sonship through Christ Jesus, in accordance with his pleasure and will, to the praise of his glorious grace, which he has freely given us in the one he loves. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത്? Why did he predestine us? തന്റെ കൃപയുടെ മഹത്വത്തിനായിട്ട്, for the glory of his grace. അല്ലെങ്കിൽ തന്റെ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകപ്പെട്ട സകല സാധ്യതകളുടെയും പുകഴ്ചയ്ക്കായിട്ട്. Or else for the glory of the possibilities that's been given to us through our Lord Jesus Christ. സകല സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി തീരാനായിട്ട് വിളിച്ചിരിക്കുന്നു. We have been called to make use of all the possibilities that has been given in our lives and then to glorify God. അവനിൽ നമുക്ക് രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 8-ാം വാക്യം, ഇത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദാനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു.
In him we have redemption through his blood, the forgiveness of sins, in accordance with the riches of God's grace that he lavished on us with all wisdom and understanding. Verse 8. ഇവിടെ കൃപയ്ക്ക് വേറൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. Here, grace has been given a different definition. കൃപ അർഹിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു വലിയ ദാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ മൊത്തത്തിൽ കേട്ടിട്ടുള്ളത്. We have heard grace as the free gift given to us without deserving it. പിന്നെ കേട്ടിട്ടുള്ള ഒരു നിർവചനം തക്ക സമയത്ത് കൃപ ലഭിക്കുക, അതായത് നമുക്ക് ശക്തി തരുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. Then we hear about grace like this, that it is given to us in the right time. It is talking about the power that we get from it. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, കൂടെ ഇരിക്കട്ടെ. Here it is said that let the Lord Jesus Christ's grace be with the ones who are saved. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ കൃപ ഇപ്പൊ എഫെസ്യരിലുള്ള വിശ്വാസികളോട് പറയാ, നിങ്ങൾക്ക് ഈ കൃപ ഇപ്പം സകല ജ്ഞാനവും വിവേകവുമായി നൽകപ്പെട്ടിരിക്കുന്നു. Here it has been said to the believers in Ephesus that this grace has been lavished upon you with all wisdom and understanding. ലിവിംഗ് ബൈബിൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, In Living Bible, it is translated like this. ദൈവത്തിന്റെ നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം To recognize the purpose for which the purpose behind your calling, ഉള്ള ഉൾക്കാഴ്ചയും വിവേകവും അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് നൽകിയിരിക്കുന്നു. you have been given it as an vision, understanding and wisdom. നമ്മൾ ആ രീതിയിൽ കൃപയെ ദർശിച്ചിട്ടുണ്ടോ? Have you seen the grace like this? ആ രീതിയിലുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? Are we really experiencing that kind of grace in our lives? അതോ ഞാൻ ഇന്ന് ഒരു കാര്യം നടക്കണമായിരുന്നു, അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എൻ്റെ മാനേജർ എന്നെ അങ്ങ് വിളിച്ചു, എന്താന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞത് വന്നു, ഇന്ന് ദൈവത്തിന്റെ കൃപ വളരെ എന്നോട് ഉണ്ടായിരുന്നു. അങ്ങനെയാണോ നമ്മൾ പറയുന്നത്? Or else are we saying or thinking like this, ki yes, sometimes I wanted some work to be done, so when I go to the office the manager calls me and that the work that I had in my mind that has been done, so I say that yeah, God's grace was with me. Is it like that? അത് ദൈവത്തിന്റെ കൃപ തന്നെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ It is God's grace. I'm not saying it is not. ദൈവിക ഉദ്ദേശങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ചെരിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ താലോലിച്ച് ആഗ്രഹിച്ച് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു തരാൻ തക്കവണ്ണം ദൈവത്തെ പ്രേരിപ്പിച്ച ദൈവത്തിന്റെ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ, But in connection to the plan and purpose of God that he cherished in his heart, for which he had sent his only begotten Son to this world to die, in connection to that purpose of God, ആ നിർണയങ്ങളോടുള്ള ബന്ധത്തിൽ, in connection to that decisions, അത് ഗ്രഹിക്കാനായിട്ടുള്ളൊരു കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? did I really get the grace to recognize and understand that? അത് സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. And it has been given with all wisdom and understanding. എന്ന് വെച്ചാൽ അത് എന്നാന്ന് ഗ്രഹിക്കാനുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തന്നെ. നമ്മൾ സാധാരണ That means we have been given understanding and wisdom to recognize that. അവനൊരു ബോധവും ഇല്ല എന്ന് പറയും. Sometimes we say that that person has no sense at all. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവന് തിരിച്ചറിവില്ല. What does it means? That means he doesn't understand at all. കാര്യങ്ങളോട് വന്നപ്പോൾ ഒരു തിരിച്ചറിവില്ല. എന്തിനാണ് വില കൊടുക്കേണ്ടത്, എന്തിനാണ് വില കുറച്ച് കാണേണ്ടത്, എന്തിനാണ് ദൈവം പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. When some matters comes in my life, I do not understand or know for which things value should be given, for which things value should not be given, and what are the things or matters in which God gives priority. I don't understand those things at all. പക്ഷെ ഇവിടെ പറഞ്ഞതോ, എഫെസിലെ വിശ്വാസികളെ നിങ്ങൾ വളരെ മുൻപന്തിയിലായിരിക്കുന്നു. Here is said to the believers in Ephesus that you're really very good. You're going forward very well. വളരെ വളരെ ദൈവത്തിന്റെ വഴികളിൽ മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം നിങ്ങളുടെ മേലുള്ള ദൈവകൃപ, ദൈവിക ഉദ്ദേശങ്ങളുടെ കലവറകളെ വെളിപ്പെടുത്തുന്നതും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും അതിനായിട്ട് തന്നെ താഴ്ത്തി കൊടുക്കുവാൻ തക്കവണ്ണം
ഏൽപ്പിച്ചു കൊടുക്കുന്നതുമായിരിക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്നു. Because God's grace upon you is like that you really recognize the purpose and calling for your lives according to the will of God, and you yourself humble yourself and submit to that vision. That grace has been lavished upon you. എന്നിട്ട് ആ കൃപയെക്കുറിച്ച് പറയുകയാണ്, And it is said about that grace, സകല ജ്ഞാനവും വിവേകവുമായി തന്നു, with all wisdom and understanding it's been given to you. അതിൽ അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ചു. So he made known to us the mystery of his will according to his good pleasure, which he purposed in Christ. ഇവിടെ പറയുന്നുണ്ട് മർമ്മം എന്നുള്ളൊരു വാക്കാ പറഞ്ഞു. Here it is said about a mystery. അപ്പോൾ എന്താ മർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? What is the meaning of mystery? മനസ്സിലാക്കാൻ വിഷമമുള്ളൊരു കാര്യം, A thing that is very difficult to understand. തിരിച്ചറിയാൻ വിഷമമുള്ളൊരു കാര്യം. It is very difficult to recognize. ആരെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അത് മനസ്സിലാവുള്ളൂ. If somebody helps me, then only I will be able to understand it. ഒരു മൂടുപടം അതൊരു മൂടി വെച്ചിരിക്കുക, It has been veiled. അതെല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, അതൊരു രഹസ്യം. It is a mystery. All of them won't receive it. ആ രഹസ്യം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മറ നീക്കി കാണിച്ചു തന്നെങ്കിൽ അത് കാണത്തുള്ളൂ. That mystery has been shown to you. If Holy Spirit removes that veil, then only you will be able to see it. ആ മർമ്മം അത് അറിയിച്ചു. അത് പിന്നെയും ഭൂമിയിൽ ഉള്ള സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് കാലസമ്പൂർണതയിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ, ദൈവത്തിന്റെ ഒരു എക്കണോമി ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. So this mystery had been made known to you to be put into effect when the times reach their fulfillment, to bring unity to all things in heaven and on earth under Christ. So there is a condition of God. അത് പൂർത്തിയാക്കാനായിട്ടാണ് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം വിവേകം ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. So this wisdom and understanding has been given to you to fulfill that condition. എന്നിട്ട് പറഞ്ഞു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരേണ്ടതിന് തന്നെ. Then he said, in him we were also chosen, having been predestined according to the plan of him who works out everything in conformity with the purpose of his will, in order that we who were the first to put our hope in Christ might be for the praise of his glory. ഞാൻ ഇവിടെ വച്ച് അതിലേക്ക് കടക്കുന്നില്ല. I don't want to go further in that. അപ്പോൾ ഈ ഒരല്പം ഇത് എന്താണ് ഈ മർമ്മം? So what is this mystery? ഈ മർമ്മം യേശുക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി തന്നിൽ ചേർത്ത്. So what is this mystery? This mystery is bringing both the sides together into Lord Jesus Christ, uniting them into the body of Jesus. അതിന്റെ 21 വാക്യം കൊണ്ടൊന്ന് വായിക്കാം. 1:21. We can read verse 21 of chapter 1. യേശുക്രിസ്തുവിനെ അതിന് പൗലോസ് എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പുരോഗതിയുള്ള വളർച്ചയുള്ള ഒരു സഭയോട് പറയുകയാണ്. Now Apostle Paul here is praying for this believers in Ephesus who are very advanced in Christ, who is going forward very well. He is praying for them. 17-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തില് in verse 17, പിതാവ് നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ വേദ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നിങ്ങളുടെ വിളിയാലുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആശ തിരിച്ചറിഞ്ഞ് വിശുദ്ധന്മാരിലുള്ള അവൻ്റെ മഹിമാധനം അങ്ങനെ പോകുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്പത്തിൻ്റെ ആഴം. I keep asking that the God of Lord
Jesus Christ, the glorious Father, may give you the spirit of wisdom and revelation so that you may know him better. I pray that the eyes of your heart may be enlightened in order that you may know the hope to which he has called you, the riches of his glorious inheritance in his holy people. That means when you go forward, you're going to get this glorious inheritance through that, അതിന്റെ മഹത്വം, and the glory of that, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് and an understanding of that. ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. And Apostle Paul wanted them to get all of this. എന്നിട്ട് പറഞ്ഞു, Then he said, ക്രിസ്തുവിലാണ് ഇത് സകലവുമായിരിക്കുന്നത്. this is fulfilled in Lord Jesus Christ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സകലവും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. So this has been given to the body of Christ, which is the perfection of Lord Jesus Christ. അപ്പോ നമ്മൾ വിചാരിക്കുന്ന രണ്ടർത്ഥത്തിലുണ്ട് സഭ. സഭ എന്ന് പറയുന്ന ഒരു കൂട്ടം. So we think about a church in two ways. One meaning of that is it is a group of people. ആ വേർഡിന്റെ അക്ഷരീയാർത്ഥം. രണ്ട്, The meaning of that word, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി അല്ലെങ്കിൽ ക്രിസ്തു തലയും മറ്റ് അവയവങ്ങളെല്ലാം മറ്റ് വിശ്വാസികളൊക്കെയും അവയവങ്ങളായി ചേർന്ന്. so the second meaning of that is the bride of Lord Jesus Christ, where Jesus Christ is the head and the parts of his body, that is the believers, they unite together. തലയോട് ഏകീഭവിച്ച് ദൈവത്തിനുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ വളരുകയും They unite together with the head of lordship, and they grow in the wisdom of the Son of God. തലയുടെ ആഗ്രഹത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുകയും They submit themselves completely to the will and desire of the head. ചെയ്യുന്ന ഒരവസ്ഥ. So it is that kind of a situation. ഞാനൊരു എക്സാമ്പിൾ സാറിന് പറയാറുണ്ട്. I used to say this example. നമ്മളൊരു ഇപ്പൊ എന്നെ ഇവിടെ വെട്ടിമുറിച്ച് കയ്യും കാലും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കാന്ന് വിചാരിച്ചു. Just imagine that I have been cut into different pieces. My hands, legs, and all the body parts are scattered here and there. അപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വയസഭാഷം വേറെ ആരോടും വന്ന് ചോദിക്കുക ജൈവനോടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? So if you come here and ask our elders over here, where is Jaimon? So what will they say? ജൈമോൻ ഇല്ല, ജൈമോന്റെ കയ്യും കാലും മൂക്കും എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയും. They will say Jaimon is not here, but his eyes, nose, legs, hands, everything is there. പിന്നെ ജൈമോൻ അവിടെ പോയി? And where is Jaimon? എവിടെയാ? Where is he? അപ്പോൾ എടുത്ത് നിങ്ങൾ ചോദിക്കാന്ന് വിചാരിക്കും. Then again you are repeating the same question to them. കണ്ണിവിടെ ഉണ്ടോ? ഉണ്ട്. Eyes are there? Yes, it is there. മൂക്കുണ്ടോ? മൂക്കുണ്ട്. Nose is there? Yes, it is there. ചെവിയോ? അതുകൊണ്ട്. Ears are there. കാലും ഉണ്ട്. Legs are there. ഹൃദയമുണ്ട്. Heart is also there. എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ എന്താ ഈ പറയണേ? ഇവിടെ ജൈമോൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ ഈ പറ? Everything is there. Then why are you saying that Jaimon is not here? What does that mean? ഇല്ല സഹോദര, അത് അങ്ങനെയാ. No, brother, it is like that. അപ്പൊ പിന്നെ എന്താ? അത് പറഞ്ഞ ശരി തന്നെയാ അല്ലേ? What he said is right. ആണ്. അപ്പൊ ഞാൻ എപ്പോഴാ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, When will I appear or reveal? എൻ്റെ കയ്യും കണ്ണും മൂക്കും കാലും ഒക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വന്നു കഴിഞ്ഞ് ഞാനൊരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോഴാണ്. When my eyes, nose, legs, hands, ears, everything will come into a place in their proper places, and after it is together, and then when I give my expression, ഞാൻ വെളിപ്പാകും. then only I will be revealed. ഞാൻ വെളിവാകുന്നത് I will be revealed വിശ്വാസികളെ കൂട്ടിവരുത്തിയ ശേഷം after gathering all the believers. ദൈവം ഓരോരുത്തര അവയവങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന സ്ഥാനവും God has given a place for each body parts. അതിൻ്റെ ഓപ്പറേഷണൽ ലിമിറ്റും. He has given their operating limits also. കാലിലെ വിരലില് കൈയുടെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിയാവോ? If a toe in a foot comes and sit in the place of a finger, then will it be right? ശരിയാവത്തില്ല. It won't be right. അപ്പം കാലിലെ വിരൽ പറയാ എന്നെ അങ്ങനെ അവിടെ ആക്കാൻ വേണ്ടി വിളിക്കണ്ട. So the toe of the foot is saying that please do not call me to stay over there only. കാരണം എപ്പോഴും ഈ മണ്ണുമായിട്ട് ഞാൻ ഇങ്ങനെ മുട്ടി നടക്കണം. Because I had to be in touch with the soil every time. അതെനിക്ക് ഇഷ്ടമില്ല. I don't like that. പക്ഷേ അത് പിതാവിന്റെ ഇഷ്ടം അതാണെങ്കിൽ, but if it is Father's will, then അത് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന വേറെ ഒരു അവയവത്തെ ആ ഒരു വിരൽ അവിടെ കൊണ്ട് വെച്ച് then God will put another toe which is ready to do that. ജൈമോൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പ്രദേശത്ത് വെളിപ്പെടുത്തും. Then God will reveal the person Jaimon in this place.
അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ തൻ്റെ ഹിതത്തിന്റെ പൂർണ്ണത മുഴുവനും തൻ്റെ നിറവ് മുഴുവനും തൻ്റെ സഭയിൽ. അതുകൊണ്ട് സഭ ഇന്ന് യേശുക്രിസ്തു ഇവിടെ ഇല്ല. So, the desire of God, the will of God is fulfilled in the church, the body of Christ. Now, Jesus Christ is not there. അവൻ ഉയർന്നേറ്റ് പോയി. അവന് He is resurrected. പകരമായിട്ട് നിൽക്കുന്ന അവന്റെ സഭ. So, in place of Jesus Christ, church is there. ഈ മർമ്മങ്ങളുടെ കലവറയായി തീരണം, ഈ രഹസ്യങ്ങളുടെ കലവറയായി തീരണം. So, God wants this church to be the mystery box of all these mysteries. കൂടി വരുന്ന വിശ്വാസികള് And the believers who are gathering here, അതിൻ്റെതായിരിക്കുന്ന ദൈവീകമായിരിക്കുന്ന ആ ഒരു 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 ജ്ഞാനത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തിന്റെ പണിക്ക് കീഴ്പ്പെട്ട്, so they should surrender themselves to the wisdom and the work of God. തങ്ങളുടെ ജീവിതത്തെ വിവേചിച്ചേൽപ്പിച്ചു കൊടുത്ത് They should discern their lives, their hearts, and submit themselves to God. ദൈവത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് തീരാൻ, And they should become an expression of God. ദൈവത്തിനൊരു വെളിപ്പെടാനായിട്ട്, ദൈവം നമ്മളിലൂടെ വെളിപ്പെടാനായിട്ട്, And God should be revealed through us. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God is willing for that in our lives. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചു. So, dear brothers and sisters, God has called us all. പക്ഷേ നമ്മുടെ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. But we should not stop our race in between. നമ്മുടെ ദൃഷ്ടി കുറഞ്ഞു പോകരുത്. Our vision should not be dull. കാഴ്ച മങ്ങിപ്പോകരുത്. Our sight should not be dull. നമുക്ക് ക്ഷീണം വരിക്കരുത്. മറിച്ച് We should not be tired. നമ്മളെ ഹൃദയസ്റ്റി മേൽക്കുമേൽ പ്രകാശിച്ചിട്ട് We should get brighter and brighter each day. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ മോശയെ പോലെ, And like Moses, who understood the desire of God's heart, അന്വേഷിച്ച് അറിഞ്ഞ് കീഴ്പ്പെട്ട് and to search for it, understand it, and to submit ourselves to that. അതിലുള്ള നമ്മളെ പാടിയ പാട്ടിനകത്ത് പറയുന്നുണ്ട്, ശ്രേഷ്ഠം ഈ സ്വസ്ഥതയും ഉറപ്പും. So the song in which we sang like this, the peace and the surety in this is the best, കാരണം ഭയങ്കര മഹൽ സ്വാതന്ത്ര്യമാണത്. because there is a lot of freedom in this. നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും, നമ്മൾ അൺഅഫക്റ്റഡ് ആയിരിക്കും. ഒരാൾ നമ്മൾ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. We won't be affected at all. If some people are not talking to us, we won't mind it. താത്തിയാലും കുഴപ്പമില്ല. If somebody is putting us down, we won't mind it. പൊക്കിയാലും കുഴപ്പമില്ല. Somebody is exalting us, then also we won't mind it. നാളെ എന്നോട് പാട്ട് പാടണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. If somebody says do not sing the song tomorrow, then also I will not mind it. വചനം പറഞ്ഞെന്ന് പറയാൻ കുഴപ്പമില്ല. ഇതൊന്നും If they say to preach, then also I will not mind it. എന്നെ ബാധിക്കാൻ പോകുന്നില്ല. It will not affect me at all. കാരണം കർത്താവ് പണിയുന്ന ഒരു ശരീരത്തിൽ അതിലകത്തെ ഒരു ചെറിയ ഏത് അവയവമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെ ഞാൻ ഇരിക്കുക. Because the body which our Lord is building up, in that body, as per God's desire, I am being in a place where He want me to be. അതിലേക്ക് പോകാൻ ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. And we need a wisdom to go there. അതിലൂടെ വരുമ്പോൾ When we come through that, കൂടിയിട്ട കുറെ കല്ലുകൾ ഒരിക്കലും ഒരു ഭവനത്തെ എക്സ്പ്രസ് ചെയ്യാത്തതുപോലെ തന്നെ when we put all the stones together at a place, it won't express a house. നമ്മൾ വെറും വിശ്വാസികളായിട്ട് മാത്രം കൂടി വന്നു പോയി കഴിഞ്ഞാൽ, If as believers we come here and gather and then just go away, ദൈവത്തിന്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ ഈ ദേശത്തിന് നൽകാനുള്ള സന്ദേശം കൊടുക്കാൻ കഴിയപ്പെടാതെ പോകും. then according to the will and desire and planning of God, the message that should be given to this area or place will not be revealed as per God's will. ഞാൻ സന്ദേശം എന്ന് പറയുമ്പോൾ യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. When I am speaking here about message, I am not talking about Lord Jesus Christ death for the sinners. ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ അനാവരണം, The mystery of God that has been hidden for ages and which is revealed now, the detail of that. വെളിപ്പെടാൻ കഴിയാതെ പോകും. ദൈവം ഇന്ന് അങ്ങനെയുള്ള കൂട്ടങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. And that won't be revealed here. So God is searching for such a group of people ഈ അവസാന കാലഘട്ടത്തിൽ. in these last days. ദൈവത്തിന്റെ റെവലേഷൻ പ്രോഗ്രസീവ് ആണ്. And the revelation of God is progressive. ആദ്യകാലങ്ങളിൽ തൊട്ടാൽ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നു. Since early ages, it is become progressive. ലാസ്റ്റ് എൻഡിൽ ദൈവം വരുമ്പോഴേക്കും And when God comes to the last end, കാന്തയായി തന്നെ പൂർണ്ണമായി അനുസരിക്കുന്ന, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കൊതിക്കുന്ന ബാക്കി and the bride who is waiting for
waiting for him, who is desiring for him, who has submitted herself completely to him, എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ and she has left everything else. ഏതും നടന്നോട്ടെ മോശയെ പോലെ അങ്ങോട്ട് വരണ്ടെങ്കിൽ വരണ്ട, ഓക്കെ. And like Moses, she's saying, let anything happen. If you are saying I should not come there, then it's okay. ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന And the one who completely surrenders says everything is fine. ജീവിതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരെ ചേർക്കാനായിട്ട് കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. Lord Jesus is coming to gather those people very soon. He is coming very soon to gather them. നമ്മ എല്ലാവരെയും ദൈവം അതിനായി സഹായിക്കട്ടെ. Let Lord help us all for this. തന്ന സമയത്തിനായി വയ്ക്കോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. I'm concluding my words. I am thanking for the time that you have given to me.